റമദാൻ 17 വെള്ളിയാഴ്ച ഹിജ്റ 2-ാം വർഷം നടന്ന ബദർ ശുഹദാക്കളുടെ ബദർ സമര പോരാട്ട ജീവിതത്തെ അനുസ്മരിക്കുകയാണ് നാം ഈ സന്ദർഭത്തിൽ. അള്ളാഹു നമ്മുടെ ഈ സംഗമം വലിയ സുഹൃതമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബദർ ശുഹദാക്കളെ അനുസ്മരിക്കുമ്പോൾ അവരുടെ നീണ്ട ചരിത്രം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചത് ധാരാളം സ്ഥലങ്ങളിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള മഹാന്മാരാണ് ബദരീങ്ങൾ. ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്ന് ചോദിച്ചു, മാ തഉദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും. ഒരുപാട് സ്വഹാബിമാരുണ്ട്, 100,000-ലധികം വരുന്ന സ്വഹാബിമാരുണ്ട്. ബദരീങ്ങളെപ്പറ്റി നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ബദരീങ്ങൾ എന്ന് പറയുന്നവരുടെ മഹത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നത്. ബദറിൽ പങ്കെടുത്ത ആളുകൾ, പങ്കെടുക്കാൻ കരുതിയവരും ബദരീങ്ങളിലുണ്ട്. ബദറിൽ പോകാത്തവരും ബദരീങ്ങളിലുണ്ട്. അവർ നല്ല നീയത്ത് നന്നാക്കിയതുകൊണ്ട് ബദരീങ്ങളിൽ അവർക്ക് മെമ്പർഷിപ്പ് കിട്ടിയതാണ്. ബദരീങ്ങളിലായിട്ട് എണ്ണുന്ന 4-ാമത്തെ ആളാരാ? 1-ാമത്തെ ആൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2-ാമത്തെ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 3-ാമത്തെ ആൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, 4-ാമൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുത്തിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയായ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സുഖമില്ലാത്ത കാരണം ബദറിലേക്ക് പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ശത്രുക്കളോട് നേരിടാനാണ് പോകുന്നത് എന്നൊരു വിവരം നേരത്തെ കിട്ടുകയാണെങ്കിൽ പോകാൻ വളരെ മുൻപന്തിയിലുള്ള ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ നിയ്യത്ത് കണക്കാക്കി ബദരീങ്ങളിൽ എണ്ണിയതാണ്. ബദറിലെത്തിയിട്ടൊന്നുമില്ല, യുദ്ധവും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരാളല്ല, കുറേ ആളുണ്ട്. അതുകൊണ്ടാണ് ബദറിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു, ഇന്ന ബിൽ മദീനതി റിജാലൻ, മദീനയിൽ കുറേ ആളുകളുണ്ട്, മാ സിർത്തും മസീറൻ വലാ വാദിയൻ ഇല്ലാ കാനൂ മഅകും വഫീ റിവായത്തിൻ ഇല്ലാ അശ്റകൂകും ഫിൽ അജ്ർ. മദീനയിൽ കുറേ മഹാന്മാരുണ്ട്, സ്വഹാബിമാർ. നിങ്ങൾ ഏത് മലഞ്ചരവും മുറിച്ചു കടന്നോ, ഏത് മല മുകളിലൂടെ നിങ്ങൾ ചുറ്റിക്കറങ്ങി സഞ്ചരിച്ച് ബദറിലെത്തിയോ, ഒറ്റ സ്ഥലത്തും നിങ്ങൾ ഇറങ്ങിയിട്ടില്ല, നടന്നിട്ടില്ല, ഇല്ലാ കാനുമാക്കും, ആ മദീനയിലുള്ള ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ എന്നതിൻ്റെ താല്പര്യമാണ് ഇല്ലാ അശ്റകൂകും ഫിൽ അജ്ർ. നിങ്ങൾക്ക് കിട്ടുന്ന അതേ കൂലി അവർക്കും അള്ളാഹു കൊടുക്കും. അങ്ങനെയാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരാൾ യുവത്വകാലം മുഴുവനും, യുവത്വകാലം എന്ന് പറഞ്ഞാൽ എത്ര, അത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, ഇപ്പോൾ എന്നാലേ തീരുള്ളൂ. കാരണം യുവത്വം കൊണ്ട് ആൾക്കാർക്ക് തെളിഞ്ഞിട്ടില്ല പലപ്പോഴും. യുവത്വകാലം എന്ന് പറഞ്ഞാൽ 25 കൊല്ലാണ്. 15 മുതൽ 40 വരെ 25 കൊല്ലം. 25 കൊല്ലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്തു. കഴിയും പോലെ ജമാഅത്തിന് വന്നു, ജുമുഅക്ക് നേരത്തെ വന്നു, നല്ലോണം ഖുർആൻ ഓതി, സൽക്കർമ്മങ്ങളുമായി നല്ലോണം ബന്ധപ്പെട്ട ജീവിതമാണെങ്കിൽ 40-ന് ശേഷം ചില അസ്വസ്ഥതകളൊക്കെ വരികയാണ്. സ്വാഭാവികമായിട്ട് വരും. ചില്ലറ രോഗങ്ങൾ, കാൽമുട്ട് വേദന, ഊരവേദന, അല്ലാത്ത വേദനകളൊക്കെ വരുമ്പോൾ അതിൻ്റെ മുമ്പുള്ള ആ ആർജവം കിട്ടൂല. പക്ഷേ മനസ്സിൽ നല്ല നിയ്യത്തുണ്ടായിരുന്നു, അള്ളാഹു ആഫിയത്ത് തരികയാണെങ്കിൽ ഇനിയും ചെയ്യായിരുന്നു. നേരത്തെ അങ്ങനെ ചെയ്ത് ശീലമുള്ള ആളാണെങ്കിൽ ആ നിയ്യത്തിന് കൂലിയുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഒരു കരുതലാണ്, കാര്യമൊന്നുമില്ല. അപ്പോൾ തീരെ പള്ളിക്ക് പോകാത്ത ആളും സുഖമില്ലാത്ത ആളെ പോയി കണ്ട അയാൾ പറയും, ഇതൊന്ന് സുഖം മാറിയ വേഗം പള്ളിക്ക് പോയിരുന്നു. അത് മാറാൻ വേണ്ടി പറയാണ്, പള്ളി പോകാനല്ലേ. അതേ സമയത്ത് പോയി ശീലമുള്ള ആളാണോ പറയുന്നത്, ആ പറച്ചിൽ തന്നെ അള്ളാഹു കൂലി കൊടുക്കുന്ന അയാൾ ആ മനസ്സിലുള്ള നിയ്യത്ത്, അള്ളാഹുവെ അസുഖമായിട്ട് കണ്ണിന് കാഴ്ച ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ നല്ലോണം ഓതിയിരുന്നു, ഇപ്പോൾ കാഴ്ച പോയതുകൊണ്ട് ഓതാൻ കഴിയുന്നില്ല എന്ന ആ നിയ്യത്തിന് എന്നെ കണക്കാക്കി
ഓരോ ദിവസത്തെയും കൂലി കൊടുക്കുന്ന. ഒരു ദിവസം ഒരു ജുസ് അങ്ങനെ ഓതുന്ന ആളാണ്. നോമ്പിനല്ല കേട്ടോ, നോമ്പിനും ജുസിൻ്റെ കണക്കൊന്നുമില്ല. ഒരു ദിവസം ഒരു ജുസ് കണക്കാക്കി അങ്ങനെ ഓതുന്ന ആളാണ്. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ഇടക്ക് കാഴ്ച പോയി. എന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ട കാലത്ത് അല്ലാഹു തആല മുമ്പ് എത്രയാണോ ഓതിയത് അതിൻ്റെ കണക്കനുസരിച്ച് കൊടുക്കുകയാണ്. ആരോഗ്യമുള്ള സമയത്ത് അയാൾ 1 മണിക്കൂർ ഓതിയോ, എന്നാൽ ആ 1 മണിക്കൂർ ഇപ്പം കണ്ണിന് കാഴ്ചയില്ലാത്ത സമയത്തും ഇങ്ങനെ കൊടുക്കുകയാണ്, ഏറെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അയാൾക്ക് ഓതാതെ തന്നെ കൂലി കിട്ടുകയാണ്, ചെയ്യാതെ തന്നെ കിട്ടുകയാണ്. അങ്ങനെയുണ്ട്. നല്ല നീയത്ത് നന്നാക്കിയാൽ അള്ളാഹു നമ്മുടെ നീയത്തുകളൊക്കെ നന്നാക്കി തരട്ടെ. ബദരീങ്ങളിൽപ്പെട്ട ആളുകൾ, അവർക്കുള്ള മഹത്വം പങ്കെടുത്തവർക്കും പങ്കെടുക്കാത്തവർക്കും എന്താണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദ്യം. മാ തഅുദ്ദൂന അഹ്ല ബദരിൻ ഫീക്കും, ബദരീങ്ങളെ പറ്റിയുള്ള കണക്കാക്കുന്നത് എങ്ങനെയാണ് നബിയെ? തങ്ങളെ മറുപടി മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് ബദരീങ്ങൾ. സ്വഹാബിമാരിൽ ഏറ്റവും മഹത്വമുള്ളതാരാ? ബദരീങ്ങളാണ്. അവരിൽ മാത്രമല്ല, എന്നാ അങ്ങനെയാണെങ്കിൽ സ്വഹാബത്തിൽ നിന്ന് പറഞ്ഞാൽ മതി. മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, കഴിഞ്ഞുപോയ വരാനിരിക്കുന്ന മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ബദരീങ്ങളാണ്. അങ്ങനെ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ വകദാലിക മൻ ഷഹിദ ബദ്റം മിനൽ മലായിക, കോടാനക്കോടി മലക്കുകളുണ്ട്. മലക്കുകളെ എണ്ണം കൃത്യമായി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലഹു, റബ്ബിന്റെ സൈന്യങ്ങൾ എന്നല്ലാഹു പേര് വിട്ട് വിളിച്ച മലക്കുകൾ, അവരെ എണ്ണം കൃത്യമായി അല്ലാഹു തആലക്കേ അറിയുള്ളൂ. ആർക്കറിയാം? മലക്കുകളെ എണ്ണം ആർക്കറിയാം? അല്ലാഹു തആലക്കേ അറിയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, എങ്കിൽ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ് ബദരീങ്ങൾ എങ്കിൽ നിങ്ങളെക്കാളും എത്രയോ ശതമാനമുണ്ട് ഞങ്ങൾ മലക്കുകൾ. ഞങ്ങളിലെ ഏറ്റവും മഹത്വമുള്ളവർ മൻ ഷഹിദ ബദ്റാ, ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ്. ബദറിൽ എല്ലാ മലക്കുകളും ഉണ്ടോ? നിങ്ങളെന്താ ഒരു ജവാബും പറയാത്തത്? ഞാൻ ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ടാ. നമ്മുടെ പരിചയക്കാർ കുറേ ഉണ്ട്. ഇവരൊക്കെ നമ്മളെ പഴയ പരിചയക്കാരാണ്. മൂപ്പര് പോട്ടർഷല്ലേ? ഉണ്ട്. അവരൊക്കെ നമ്മളെ പഴയ പരിചയക്കാരാണ്. ഞാൻ ഈ പള്ളിക്ക് എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. സാഹചര്യം ഒത്തു വന്നില്ല. റമദാനിലാണ് ഇപ്പോൾ ഒത്തു വന്നത്. അള്ളാഹു കബൂലാക്കി തരട്ടെ.